മൈ ഡിയർ കരടി, കലാഭവൻ ഷാജോൺ, ഉദയകൃഷ്ണ CBK തോമസ് എന്നിവയുടെ രചനയിൽ സന്ധ്യാമോഹൻ സംവിധാനം ചെയ്ത് കലാഭവൻ മണിയെ നായകനാക്കി 1999 തിയേറ്ററുകളിലെത്തിയ മലയാള ഹാസ്യ ചിത്രമായിരുന്നു മൈ ഡിയർ കരടി. ചിത്രത്തിലെ പ്രധാന ഭാഗങ്ങളിൽ കരടിയായാണ് കലാഭവൻ മണി എത്തുന്നത്. എന്നാൽ ചിത്രത്തിനു വേണ്ടി ഇതിലെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു കലാഭവൻ താരത്തെ വെച്ചാണ്. അതെ, കലാഭവൻ ഷാജോൺ. നമ്മൾ ഇന്ന് കരടിയുടെ പെർഫോമൻസായി സിനിമയുടെ പല ഭാഗങ്ങളിലും കാണുന്നത് കലാഭവൻ ഷാജോണെ തന്നെയാണ്. മണിച്ചേട്ടന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടോ മറ്റോ ആയിരിക്കാം കലാഭവൻ ഷാജോണെ ഈ ഒരു കഥാപാത്രത്തിലേക്ക് തിരഞ്ഞെടുത്തത്. മാത്രമല്ല 2 കരടികൾ ഒരേ സമയം വരുന്ന സീനുകളും ഉണ്ടായിരുന്നു. അതിലും അദ്ദേഹം തന്നെയായിരിക്കാം ഡ്യൂപ്പ് ചെയ്തത്. നിങ്ങൾ ചിലരെങ്കിലും ഈ ഒരു കഥാപാത്രം ചെയ്തത് ഷാജോൺ ആണെന്ന് ഇപ്പോഴായിരിക്കുമല്ലേ അറിയുന്നത്. അത്രത്തോളം അദ്ദേഹം ആ ഒരു കഥാപാത്രം മനോഹരമാക്കി. എന്നാൽ ഈ കഥാപാത്രത്തെ കൂടാതെ മറ്റൊരു കഥാപാത്രത്തെ കൂടെ അദ്ദേഹം ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സർക്കസ് കൂടാരത്തിലെ ഒരു വില്ലൻ ക്യാരക്ടർ. ഇനി ആ സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു കഥാപാത്രത്തെ കാണാവുന്നതാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പിലെ റോബോട്ട്, സൂരജ് തേലക്കാട്. 2019 തിയേറ്ററിലെത്തിയ സയൻസ് ഫിക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള ചലച്ചിത്രമായിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂട്, സൗബിൻ, ഷൈജു കുറുപ്പ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. എന്നാൽ ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായിരുന്നു കുഞ്ഞപ്പൻ എന്ന കുഞ്ഞൻ റോബോട്ട്. ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്രീ സൂരജ് തേലക്കാട്ടാണ്. എന്നാൽ ചിത്രത്തിൽ എവിടെയും അദ്ദേഹത്തിന് മുഖം കാണുവാൻ സാധിക്കുകയില്ല. ചിത്രത്തിൽ യഥാർത്ഥ റോബോട്ടിനെയും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം രംഗങ്ങളും ചെയ്തത് സൂരജ് തന്നെയാണ്. വലിയ കനമുള്ള ഡ്രസ്സുകളായിരുന്നു ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. എന്തായാലും സൂരജ് വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്തു. പ്രേക്ഷകരിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇത് യഥാർത്ഥ റോബോട്ടാണ് എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. തുടർന്ന് അണിയർ പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയത്. റോഷാക്ക്, ആസിഫ് അലി. നിസാം ബഷീർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ 2022 തിയേറ്ററുകളിലെത്തിയ മലയാളം ചലച്ചിത്രമായിരുന്നു റോഷാക്ക്. ചിത്രത്തിൽ മമ്മൂട്ടി, ഷർഫുദ്ദീൻ, ജഗദീഷ്, ഗ്രേസ് ആന്റണി, ബിന്ദു പണിക്കർ, കോട്ടയം നസീർ, സഞ്ജു ശിവറാം എന്നിവരോടൊപ്പം മുഖം കാണിക്കാത്ത ഒരു കഥാപാത്രമായി ആസിഫ് അലിയും എത്തുന്നുണ്ട്. എന്നാൽ വെറും ഒരു കഥാപാത്രമായിരുന്നില്ല ഇത്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്ന് തന്നെയായിരുന്നു ഇത്. ചാക്ക് പോലൊരു വസ്തു കൊണ്ട് മുഖം മറച്ചുകൊണ്ടാണ് ആസിഫ് അലി ഈ ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. ചിത്രത്തിൽ എവിടെയും ആസിഫ് അലിയുടെ മുഖം കാണിക്കുന്നില്ല. ദിലീപ് കുമാർ എന്ന കഥാപാത്രമായാണ് ആസിഫ് അലി ഈ ഒരു ചിത്രത്തിൽ എത്തിയത്. മലയാളത്തിലെ മുഖമില്ലാത്ത കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ മുൻനിരയിൽ തന്നെ ഉണ്ടാകും ആസിഫ് അലി ചെയ്ത ദിലീപ് കുമാർ എന്ന കഥാപാത്രം. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: KPC ലളിത ഒരു മലയാള സിനിമയിൽ മുഴുനീള കഥാപാത്രമായി മുഖം കാണിക്കാതെ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് ആ ചിത്രമെന്നറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.